Hello my dear students, welcome back to EMS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഇംഗ്ലീഷിലെ ഓരോ ചാപ്റ്റേഴ്സും ഇങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണല്ലേ. എന്താണ് സാർ, എങ്ങനെ ഞങ്ങൾ പഠിക്കേണ്ടത്? ഞങ്ങൾ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാൻ തയ്യാറായിട്ടുണ്ട്, ഇനി ഞങ്ങൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം? ഉത്തരം കേട്ടോളൂ, ഇതാണ് ഉത്തരം. നിങ്ങളൊരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അതിൽ പുതിയ പുതിയ വാക്കുകളൊക്കെ പഠിക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞില്ലേ. ആ ചാപ്റ്റർ കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ ഒരു ഷോർട്ട് സമ്മറി നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതാൻ പഠിച്ചിരിക്കണം. ഒരു ഷോർട്ട് സമ്മറി എഴുതാൻ നിങ്ങൾക്ക് പറ്റിയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. ആ സമ്മറീനെ പാസ്റ്റിലേക്ക് മാറ്റിക്കൊണ്ട് നരേറ്റീവ് എഴുതാൻ പറ്റണം. ആ സമ്മറീനെ വളച്ചൊടിച്ച് റൈറ്റപ്പിലേക്ക് മാറ്റാൻ പറ്റണം. ആ സമ്മറീനെ നമുക്ക് ആർട്ടിക്കിളിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അപ്പോൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ അതിൻ്റെ സമ്മറി ബേസിക്കലി നിങ്ങൾക്ക് എഴുതാൻ പറ്റണം എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. ക്ലിയർ അല്ലേ? ശ്രദ്ധിച്ച് കേട്ടോളൂ. രണ്ടാമത്തത്, ആ സമ്മറി പഠിച്ചു കഴിഞ്ഞാൽ ഡിസ്കോഴ്സിൻ്റെ ഫോർമാറ്റുകൾ എൻ്റെ മക്കളെ മൈൻഡിൽ വേണം. എന്ത് വേണം പറ? ഡിസ്കോഴ്സിൻ്റെ ഫോർമാറ്റുകൾ. ഈ ഫോർമാറ്റുകൾക്ക് മിഡിലൂടെ നമുക്കെന്ത് കയറ്റാൻ പറ്റണം? ഈ സമ്മറി അടിച്ച് കയറ്റാൻ പറ്റണം എന്ന് അല്ലേ? സമ്മറിയും ഫോർമാറ്റും കൊണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. നമ്മൾ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, അതിൻ്റെ ഡിസ്കോഴ്സ് പഠിച്ചു കഴിഞ്ഞു, അതിൻ്റെ സമ്മറി പഠിച്ചു കഴിഞ്ഞു, പിന്നെ അതിൽ നിന്ന് ഒരുപാട് ഡിസ്കോഴ്സ് ഉണ്ട്. എന്തൊക്കെ ഡിസ്കോഴ്സ് ഉണ്ട് അറിയോ? അതിൽ മെയിൻ ക്യാരക്ടർ സ്കെച്ചുകൾ പഠിക്കണം. ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ലടാ, ആ ക്യാരക്ടേഴ്സ് ആരാന്ന് പഠിക്കണം. അറ്റ് ദ സെയിം ടൈം ഇതിൽ ആദ്യം പഠിക്കേണ്ടത്, ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഓതർ പേരുണ്ടാവില്ലടാ, ആ ഓതർ പേര് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. ഈ ചാപ്റ്ററിൻ്റെ പേര്, ഓതറിൻ്റെ നെയിം ഉണ്ടാവില്ലേ, അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഓതേഴ്സ് നെയിം പഠിച്ചിരിക്കണം എന്നുള്ള കേട്ടോ. ദെൻ മെയിൻ ക്യാരക്ടേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ നിന്നുള്ള ചോദിക്കുന്ന PYQs ഉണ്ടാവില്ലടാ, ഇന്നേ വരെ ചോദിച്ച മുഴുവൻ PYQസും, അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെന്താണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വേറെ ഒരു ഓപ്ഷനും അതിനില്ല. PYQs കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ. അറ്റ് ദ സെയിം ടൈം പിന്നെ ഇതിൽ നിന്ന് ഡയറി ക്വസ്റ്റ്യൻസ് സാധ്യത ഉണ്ടോ? ഇതിൽ നിന്ന് സ്പീച്ചിന് സാധ്യത ഉണ്ടോ? ഇതിൽ നിന്ന് നോട്ടീസിന് സാധ്യത ഉണ്ടോ? അല്ലെങ്കിൽ ഇതിൽ നിന്ന് ആർട്ടിക്കിൾ എഴുതാൻ സാധ്യത ഉണ്ടോ? അല്ലെങ്കിൽ ഇതിൽ നിന്ന് റൈറ്റപ്പ് എഴുതാൻ സാധ്യത ഉണ്ടോ? അല്ലെങ്കിൽ ഇതിൽ നിന്ന് നരേറ്റീവ് എഴുതാൻ സാധ്യത ഉണ്ടോ? അല്ലേ? ഇതെല്ലാം നമ്മൾ സാധ്യത ക്വസ്റ്റ്യൻസ്, പോസിബിൾ ഡിസ്കോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ചാപ്റ്റർ ഉണ്ട് കിട്ടിയാൽ അതിൽ പോസിബിൾ ഡിസ്കോഴ്സസ് ആദ്യം മെൻഷൻ ചെയ്യണം. എന്നിട്ട് അതിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പോസിബിൾ ക്വസ്റ്റ്യൻസും നമ്മൾ മനസ്സിലാക്കണം എന്ന്. അതിനുശേഷം എല്ലാ ഫോർമാറ്റുകളും നമ്മൾ പഠിച്ചു വെക്കണം. ശേഷം അവസാനം എൻ്റെ മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഓരോ ചാപ്റ്ററിനും ഒരു ടൈപ്പ് ഗ്രാമറെങ്കിലും അറ്റ്ലീസ്റ്റ് എഡിറ്റിംഗ് എന്ത് ചെയ്യണം? നമ്മളതിന് പഠിച്ചിരിക്കണം. ഒരു ചാപ്റ്ററിന് എഡിറ്റിംഗിന് സാധ്യത എപ്പോഴും ഉണ്ട്. കോൺവെർസേഷൻ, അതിൽ കുറേ ആളുകളുണ്ടെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ് എന്താ അറിയോ? കോൺവെർസേഷൻ ഫില്ലിംഗ് എന്ന് പറയുന്ന ഗ്രാമർ ഉണ്ടാവില്ലേ? ഓരോ ചാപ്റ്റർ എടുക്കുന്ന സമയത്തും അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. സമ്മറി നമുക്ക് എഴുതാൻ പറ്റണം ഒരു ചാപ്റ്റർ. ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം പറ? അതിൽ ഡിസ്കോഴ്സിൻ്റെ ഫോർമാറ്റ് ഓൾറെഡി നമ്മൾ ബൈഹാർട്ട് ആക്കിയിരിക്കണം. ആ സമ്മറി അതിൻ്റെ മിഡിൽ കയറ്റാൻ നമ്മൾ പഠിച്ചിരിക്കണം. ദെൻ പിന്നെ നമ്മൾ ഗ്രാമർ ഉണ്ടാവില്ലേടാ മക്കളെ, അതിൽ നിന്നുള്ള 1-2 ഗ്രാമർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട് മക്കളെ. നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ MS സൊല്യൂഷൻ്റെ കൂടെ വായോ. ഓരോ ചാപ്റ്ററിനും ഈ ഗ്രാമറിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. നമ്മുടെ ആപ്പിലെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്? ആപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് നോക്ക്. ആപ്പിൽ ജോയിൻ ചെയ്ത് നോക്ക്. നിങ്ങൾ അടിയിൽ കൂടെ ഇങ്ങനെ കാണുന്നില്ലേ, സ്ക്രോളിങ് പോകുന്നത് കാണുന്നില്ലേ? അതിലൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ആപ്പിൽ ജോയിൻ ചെയ്ത് നോക്ക്. നമ്മളെ മക്കൾക്ക് നമ്മൾ കറക്റ്റ് ഇങ്ങനെ വരച്ച് പഠിപ്പിച്ചു കൊടുക്കും. ഒരു ചാപ്റ്റർ നമ്മൾ പഠിപ്പിക്കുന്ന സ്റ്റൈലേ അങ്ങനെയാണ്. പിന്നെ എന്തിനു നിങ്ങൾ പേടിക്കണം അല്ലേ? അപ്പോൾ MS സൊല്യൂഷൻ ഉള്ള സമയത്ത് നിങ്ങൾ പേടിക്കേണ്ട മക്കളെ. ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ കൂടുതലുണ്ടാവും. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.